SSLC പാസ്സായി +1 കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 15 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സിലേക്ക് കുട്ടികൾ കടക്കുന്ന പ്രായമാണ്. നമ്മളിവിടെ +2 വരെയുള്ള വിദ്യാഭ്യാസം സാർവത്രികമാക്കിയും അവകാശമാക്കിയുമൊക്കെ മാറ്റിയിട്ടുള്ള ഒരു സമൂഹമാണ്. SSLC വരെ അല്ല, +2 വരെയാണ് നമ്മളൊരു പാറ്റേൺ ആക്കി എടുത്തിരിക്കുന്നത്. 4ാം ക്ലാസ് വരെ ഒരു പാറ്റേൺ, 5 മുതൽ 8 വരെ ഒരു പാറ്റേൺ, 9, 10 മറ്റൊരു മുതൽ +2 വരെ ഒരു പാറ്റേൺ. എന്നാൽ +1നും +2നും ബ്രാഞ്ചുകൾ മാറുന്നത് കൊണ്ട്, അതായത് സയൻസ് ബ്രാഞ്ച്, പിന്നെ സോഷ്യൽ സയൻസ് ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞ് മാറുന്നതും, പിന്നെ കൊമേഴ്സ് ബ്രാഞ്ച്, മാനേജ്മെൻറ്റ് ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞ് മാറേണ്ടി വരുന്നത് കൊണ്ട് പുതിയ അഡ്മിഷൻ കുട്ടികൾ എടുക്കേണ്ടി വരും. അത് അല്ലാതെ തുടർച്ചയായിട്ട് അവർക്ക് എല്ലാ സബ്ജക്റ്റും കൂടെ അവരെ പഠിപ്പിക്കുന്നത് പ്രായോഗികമല്ല. അത്രമാത്രം ടീച്ചർമാരും വയ്ക്കാനും കഴിയില്ല. അങ്ങനെ എല്ലാ സ്കൂളിലും എല്ലാ ബ്രാഞ്ചും തുടങ്ങേണ്ട ആവശ്യമില്ല. അതൊരു പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ബ്രാഞ്ചുകൾ ഏത് ബ്രാഞ്ചാണോ ഏത് ഏരിയയാണോ വരുന്നത് അതിനനുസരിച്ച് സ്കൂളുകൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. സയൻസ് ഉള്ളിടത്ത് ചിലപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് കാണണമെന്നില്ല, സോഷ്യൽ സ്റ്റഡീസ് ബ്രാഞ്ച് ഉള്ളിടത്ത് കൊമേഴ്സ് കാണണമെന്നില്ല, ഉള്ളിടത്ത് അപ്പോൾ 4-5 രീതിയിലാണ്. പിന്നെ IT വേറെ ഒരു ഫ്രാക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അഡ്മിഷൻ വീണ്ടും എടുക്കേണ്ടി വരും എന്നുള്ളത് ഒഴിവാക്കാനാകില്ല. എന്നാൽ മലപ്പുറം ജില്ലയിൽ മാത്രം 42,199 പേർ പട്ടികയ്ക്ക് പുറത്താണ്. ഒന്നാമത്തെ അലോക്കേഷൻ വരുമ്പോൾ അവർക്ക് അപ്ലൈ ചെയ്തിട്ട് അവർ പട്ടികയുടെ നിന്ന് പുറത്ത് വരുന്നു. 1ാം ഘട്ട അലോട്ട്മെൻറ്റ് ഉൾപ്പെടാത്തവർ പ്രവേശനത്തിനായി 2ാം ഘട്ട അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കണം. ഇതാണ് കാര്യം. ഇത് മലപ്പുറത്തെ കഥ മാത്രമല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലാകെ +2ൻ്റെ +1 +2ൻ്റെ സ്കൂളിൽ വലിയ ക്ഷാമമാണുള്ളത്. 40,554 പേർക്ക് അലോട്ട്മെൻ്റ് ആയി കഴിഞ്ഞു. ട്രയൽ ഘട്ടത്തിൽ പ്രവേശന സാധ്യത ഉണ്ടായിരുന്നതിനേക്കാൾ 181 പേർക്കാണ് അധികമായി മലപ്പുറത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. 40,373 പേരാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. +1 പ്രവേശനത്തിന് ഏകജാലകം ഇപ്പോൾ സിംഗിൾ വിൻഡോ ആണല്ലോ വഴി ജില്ലയിൽ അപേക്ഷിച്ചത് 82,753 പേരാണെങ്കിൽ ഇതിൽ 8,213 പേർ മറ്റ് ജില്ലകളിൽ അപേക്ഷ നൽകിയവരാണ്. ഭിന്നശേഷി വിഭാഗത്തിന് അധികമായി ഉൾപ്പെടുത്തിയ 427 സീറ്റ് ഉൾപ്പെടെ 57,855 +1 സീറ്റാണ് ജില്ലയിലുള്ളത്. ജനറൽ വിഭാഗത്തിലുള്ള 26,844 സീറ്റിലും മുസ്ലിം വിഭാഗത്തിൻ്റെ 2,999 സീറ്റിലും അലോട്ട്മെൻ്റ് ആയിട്ടുണ്ട്. മറ്റ് സംവരണ വിഭാഗത്തിലുള്ളവരുടെ 17,301 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് SC/ST വിഭാഗത്തിലാണ്. സാമ്പത്തിക പിന്നോക്ക വിഭാഗത്തിലും ഭിന്നശേഷി വിഭാഗത്തിലും 453 സീറ്റും കാഴ്ച പരിമിതക്കാർക്കായി നീക്കിവെച്ച 257 സീറ്റും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു, മറുവശത്ത് 40,000-ലധികം കുട്ടികൾ പുറത്ത് നിൽക്കുന്നു. ജില്ലയിലെ ഏക റെസിഡൻഷ്യൽ സ്കൂളിലെ 50 സീറ്റുകളിൽ 28 പേർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അവിടെയും 22 പേരുടെ കുറവ് വരുന്നു. 22 സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് 17 ബുധനാഴ്ച 5 മണി വരെ സ്കൂളിൽ പ്രവേശനം നേടാം. 1ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. മറ്റ് ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാം. ഇതിന് ഫീസ് അടയ്ക്കേണ്ടതിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവർ പ്രവേശന നടപടികളിൽ നിന്നും പുറത്താകും. ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവരെ 3ാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. 20 ഹൈസ്കൂളുകളിൽ അവിടെ +2 ഇല്ല. മലപ്പുറം ജില്ലയിലെ +2 കോഴ്സ് ഇല്ലാത്ത 20 ഗവൺമെൻറ് ഹൈസ്കൂളുകളുണ്ട്. ഗവൺമെൻറ് ഹൈസ്കൂളുകളാണ്. അപ്പോൾ അവിടെ കോഴ്സ് അനുവദിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. പ്രൈവറ്റിലാണെങ്കിലാണല്ലോ പിന്നെ വേറെ മാനദണ്ഡങ്ങളൊക്കെ നോക്കണമെന്നും, ഇപ്പോൾ ഒരു മുസ്ലിം സ്കൂളുകൾക്ക് അനുവദിച്ചാൽ ഉടനെ SNDP ആയി, NSS ആയി, അപ്പോൾ അത് വേറെ മാനദണ്ഡങ്ങൾ ഒരുപാട് വന്നിട്ട് അതിൽ തർക്കമൊക്കെ വരും. പക്ഷേ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ 20ഓളം ഗവൺമെൻറ് സ്കൂളുകളിൽ +2 ബാച്ചില്ല. +1 1ാം ഘട്ട അലോട്ട്മെൻറ്റ് പട്ടികയിൽ പകുതിയിലേറെ പേർ സീറ്റില്ലാതെ ജില്ലയിൽ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ 20 ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്താൽ ജില്ലയിലെ +2 സീറ്റ് ക്ഷാമം കുറച്ചെങ്കിലും പരിഹരിക്കാനാകും. ഇതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും ഒക്കെ അല്ലെങ്കിൽ അധ്യാപകരുടെയൊക്കെ ഒരാവശ്യം. വളരെ വളരെ കൃത്യമായ ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അത് പരിഹരിക്കപ്പെടണം. ഞാൻ ഒരു ജില്ലയുടെ കണക്കെടുത്ത് ഡേറ്റ വെച്ച് പറഞ്ഞത് മറ്റ് ജില്ലകൾക്കും ഇത് ബാധകമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ വിവിധ ജില്ലകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിലും ഡോക്ടറാകാനും അതുപോലെ തന്നെ +2 പഠിക്കാനുമൊക്കെ എഞ്ചിനീയർ ഡോക്ടർ ആവണമെങ്കിൽ +2 പോകണം, +2 കഴിയണം. അതുകൊണ്ട് തന്നെ അങ്ങനെ അവർക്ക് അത്തരം കോഴ്സുകളിലേക്ക് പോകാൻ ഹയർ സ്റ്റഡീസിന് ഡിഗ്രിക്കൊക്കെ പോകണമെങ്കിൽ അങ്ങനെ ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി
പഠിക്കുന്ന +1 +2 വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നവർക്കും സീറ്റില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിഷേധിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്. അതൊരു മൗലികാവകാശത്തിൻ്റെ കുറവായി അത് കണക്കാക്കപ്പെടും. അതുകൊണ്ട് കുട്ടികളാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാണ്, അവർ 15 വയസ്സിൽ അവർ പരീക്ഷ പാസ്സായി അപ്ലൈ ചെയ്യുമ്പോൾ സീറ്റില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളായതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളിൽ പോയി പഠിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായി മന്ത്രിമാരും ഗവൺമെൻറ്റും സീരിയസ് ആയിട്ട് ആലോചിക്കണം. +2 വരെയുള്ള പഠനത്തിന് ഒരു കുട്ടിക്ക് പോലും അവസരം കിട്ടാതെ പോകരുത്. വൊക്കേഷണൽ സെക്കൻഡറിയിലാകട്ടെ അല്ലെങ്കിൽ +2ലാകട്ടെ അതിനുള്ള സംവിധാനം ആലോചിക്കണം. സീറ്റുകൾ ഒരുപാട് സീറ്റുകൾ പല വിഭാഗത്തിൽ ഒഴിഞ്ഞു കിടക്കും, ചില വിഭാഗത്തിൽ ആൾ കൂടുതൽ നിൽക്കും. ഇത് വളരെ കൃത്യമായി ഒന്ന് ബാലൻസ് ചെയ്ത് +2 കഴിയുന്ന SSLC കഴിയുന്ന എല്ലാവർക്കും +1ലേക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കണം. 20 സർക്കാർ സ്കൂളിലാണ് അവിടെ സീറ്റില്ല എന്ന് കേൾക്കുന്നത്. അതൊക്കെ കൃത്യമായി പരിഹരിക്കാൻ പുതിയ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കഴിയട്ടെ. നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഗസ്റ്റ് ഫാക്കൽറ്റി വെച്ചാലും മതി. സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മുഴുവൻ ആളുകളെയും അപ്പോയിൻ്റ് ചെയ്യണമെന്നില്ലല്ലോ. ഗസ്റ്റ് ഫാക്കൽറ്റി ഉണ്ട്. നാട്ടിൽ എത്രയോ ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുന്നു. അപ്പോൾ കൃത്യമായി ആളുകളെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാം. ടീച്ചർമാരെയും അധ്യാപകരെയൊക്കെ ധാരാളമുണ്ട്. PSC ലിസ്റ്റിൽ നിൽക്കുന്നവരുണ്ട്, എത്രയോ ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ അവർക്കെല്ലാം തൊഴിലുമാകും, കുട്ടികൾ സന്തുഷ്ടരുമാകും. അങ്ങനെയാണ് നമ്മൾ പുതുയുഗത്തിലേക്ക് പോകുന്നത്.